എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്, അതായത് യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് അക്കൗണ്ട്, ഇൻസ്റ്റഗ്രാം അക്കൗണ്ടൊക്കെ എങ്ങനെ സെക്യൂർ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. അതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യും. നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് നമ്മുടെ യൂട്യൂബ് ചാനൽ എങ്ങനെ സെക്യൂർ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. ഇന്ന് എല്ലാവർക്കും ഓരോ യൂട്യൂബ് ചാനലുകളുണ്ട്. പക്ഷേ ആ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഇമെയിൽ ഐ ഡി ഏതാണെന്ന് പല ആളുകൾക്ക് അറിയില്ല. കറക്റ്റ് ആ ഇമെയിൽ അഡ്രസ്സ് എന്താണെന്ന് അറിയില്ല. പിന്നെ അതേപോലെ തന്നെ ചാനലിൻ്റെ URL ഏതാണെന്ന് അറിയില്ല, അല്ലെങ്കിൽ ചാനലിൻ്റെ ID ഏതാണെന്ന് അറിയില്ല. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും പല ആളുകൾക്കും ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ആദ്യം ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ള ഇമെയിൽ ID ഏതാണെന്നുള്ള കറക്റ്റ് നെയിം അറിഞ്ഞിരിക്കണം, ഏത് Gmail ID ആണെന്നുള്ളത്. രണ്ടാമത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ URL, അതേപോലെ തന്നെ ചാനൽ നെയിം, മൂന്നാമത് ചാനൽ ID, ഈ കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ഇനി മെയിനായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു സ്റ്റെപ്പ് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ള ഇമെയിൽ ID യിൽ കൊടുത്തിട്ടുള്ള റിക്കവറി ഇമെയിൽ ID, അതേപോലെ തന്നെ റിക്കവറി ഫോൺ നമ്പർ നമ്മളെ കയ്യിൽ ആക്സസിനുള്ളതായിരിക്കും. ചില ആളുകൾ അത് ആഡ് ചെയ്തിട്ടുണ്ടാവും, ചില ആളുകൾ ആഡ് ചെയ്തിട്ടുണ്ടാവില്ല. ഇനി ആഡ് ചെയ്യാത്ത ആളുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വേറൊരു ഇമെയിൽ ID അതിലേക്ക് റിക്കവറി ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക, അതേപോലെ തന്നെ റിക്കവറി ഫോൺ നമ്പറും ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോസ് നമ്മുടെ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് മറക്കുക എന്നുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ഗൂഗിൾ അതിലേക്ക് ഒരു OTP കോഡ് സെൻഡ് ചെയ്യും. റിക്കവറി ഇമെയിൽ ID യിലേക്ക്, ആ ഇമെയിൽ ID യിലേക്ക് ഒരു OTP കോഡ് സെൻഡ് ചെയ്യും. അതേപോലെ തന്നെ റിക്കവറി ഫോൺ നമ്പറിലേക്ക് ഒരു OTP കോഡ് സെൻഡ് ചെയ്യും. അതിനുശേഷം നമുക്ക് നമ്മുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ റിക്കവറി ഇമെയിൽ ID അല്ലെങ്കിൽ റിക്കവറി ഫോൺ നമ്പർ ഇതൊന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഗൂഗിൾ സെൻഡ് ചെയ്യുന്ന OTP കോഡ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സെയിം യൂട്യൂബ് ചാനലിൻ്റെ ഇമെയിൽ ID യിലേക്ക് തന്നെ ആയിരിക്കും ആ ഒരു കോഡ് പോവുക. ഇനി അതല്ല, നമ്മൾ റിക്കവറി ഫോൺ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട്, ഇമെയിൽ ID ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഫസ്റ്റത്തെ OTP കോഡ് സെയിം ഇമെയിൽ ID യിലേക്ക് പോകും, രണ്ടാമത്തെ OTP കോഡ് നമ്മുടെ ഫോൺ നമ്പറിലേക്ക് വരും. അതല്ലെങ്കിൽ നേരെ തിരിച്ച്, അല്ലെങ്കിൽ റിക്കവറി ഫോൺ നമ്പറിലേക്ക് ഫസ്റ്റത്തെ OTP കോഡ് വരും, രണ്ടാമത്തെ OTP കോഡ് പഴയ സെയിം ഇമെയിൽ ID യിലേക്ക്, അതായത് യൂട്യൂബ് ചാനൽ നമുക്ക് മിസ്സായിട്ടുള്ള ഇമെയിൽ ID യിലേക്ക് തന്നെ പോകും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിക്കവറി ഇമെയിൽ ID, റിക്കവറി ഫോൺ നമ്പർ ആഡ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ അത് ആഡ് ചെയ്യാത്ത ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്തിടുക. പിന്നെ അതേപോലെ തന്നെ വേറെ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇമെയിൽ ID യിൽ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഓൺ ചെയ്തിട്ടുണ്ടെന്ന് കൺഫേം ചെയ്യാം. ഇന്നത്തെ കാലത്ത് അത് എല്ലാവരും ഓൺ ചെയ്തിട്ടുണ്ടാവും. കാരണം നമ്മുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഇമെയിൽ ID യിൽ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഓൺ ചെയ്യണം. ഈ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഓൺ ചെയ്യാന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ 2 രൂപത്തിൽ ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് ഗൂഗിൾ അതൻറ്റിക്കേഷൻ്റെ ആപ്പ് കൊടുക്കാം. അങ്ങനെ സെറ്റപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെ സെറ്റപ്പ് ചെയ്യാം. ഇനി അപ്പോൾ ഈ ഗൂഗിൾ അതൻറ്റിക്കേഷൻ്റെ ആപ്പാണ് സെറ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആക്സസിനുള്ള ഇമെയിൽ ID ആയിരിക്കണം ആ ഒരു ഇമെയിൽ ID. അതല്ലെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടായിട്ട് വരും. ലോഗിൻ ചെയ്യുന്ന ടൈമിൽ ആ ഫോൺ നമ്പറിൽ ആ ഒരു ഗൂഗിൾ അതൻറ്റിക്കേഷൻ്റെ കോഡ് 6 അക്ക കോഡ് ടൈപ്പ് ചെയ്യാൻ പറയും. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് ഇൻഫർമേഷൻ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പർട്ടിക്കുലർ ആ ഒരു ആപ്പിലേക്ക് മാത്രമുള്ള ഓപ്ഷൻസ് ആയിട്ട് വരും. പിന്നെ അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഫോൺ നമ്പറിലേക്ക് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ്റെ കോഡ് വരുന്ന രൂപത്തിൽ ആഡ് ചെയ്യാൻ പറ്റും. ഇനി മൂന്നാമതായിട്ട് അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ഗൂഗിൾ അക്കൗണ്ടിൻ്റെ ബാക്കപ്പ് കോഡ്, സെക്യൂരിറ്റി കോഡ്, ഇങ്ങനെയുള്ള കോഡുകളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങളുടെ നോട്ടിൽ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും അത് നോട്ട് ചെയ്ത് വെക്കുക. ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഇതിന് പുറമെ ഇനി സപ്പോസ് നമ്മുടെ അടുത്ത് നിന്നും ഹാക്കിങ്ങോ മറ്റുള്ള വിഷയങ്ങളൊന്നുമല്ല, നമ്മളെ ഫോണ് ഫോർമാറ്റായി പോവുക, ഇനി അതല്ലെങ്കിൽ ഫോണ് കളഞ്ഞു പോവുക, അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ റിക്കവറി ഇമെയിൽ ID അതല്ലെങ്കിൽ റിക്കവറി ഫോൺ നമ്പർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിനെ നമ്മൾ എന്ത് ചെയ്യുക, വേറൊരു ഇമെയിൽ ID യിലേക്ക് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് വെക്കുക. അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ മാനേജ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ വീഡിയോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനത്തെ വിഷയങ്ങൾ അതെങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ പെർമിഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, പെർമിഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഇമെയിൽ ID ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവിടെ കാണിക്കും. അത് നമുക്ക് മാനേജർ എന്ന ഓപ്ഷനിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ആക്സസിങ് നമ്മൾ ഏതൊരു ഇമെയിൽ ID ആണോ ആഡ് ചെയ്തിട്ടുള്ളത് ആ ഇമെയിൽ ID യിലേക്ക് ആക്സസിങ് വരുന്നതാണ്. ആ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആക്സസിങ് വരുന്നതാണ്. ഓക്കെ,
ഇത് എപ്പോഴാണ് ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ റിക്കവറി ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ റിക്കവറി ഫോൺ നമ്പറൊന്നും ആഡ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ പാസ്വേഡ് നമുക്ക് ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ പാസ്വേഡ് ഓർമ്മ ഉണ്ടെങ്കിൽ പോലും നമ്മൾ വേറൊരു ഡിവൈസിൽ ലോഗിൻ ചെയ്യുന്ന ടൈമിൽ ഇതിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുള്ള ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ വരുമ്പോൾ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽ വേറൊരു ഇമെയിൽ ഐ ഡിയിലേക്ക് ആക്സസിങ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് മാനേജ് ചെയ്യാൻ സുഖമായിരിക്കും. അതല്ലെങ്കിൽ നമ്മൾക്ക് അതോടെ നമ്മുടെ ചാനൽ കഴിഞ്ഞു പോകും. ഇനി ഇതല്ലാതെ തന്നെ വേറൊരു രൂപത്തിലും കൂടി നമുക്ക് നമ്മുടെ ചാനലിൻ്റെ ആക്സസിങ് ഈ നേരത്തെ പറഞ്ഞ പോലെ വേറൊരു ഇമെയിൽ ഐ ഡിയിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നിലവിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇമെയിൽ ഐ ഡിയിൽ ഇതിലൊരു ബ്രാൻഡഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ ആ ബ്രാൻഡഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബ്രാൻഡഡ് അക്കൗണ്ടിലേക്ക് ഈ യൂട്യൂബ് ചാനലിനെ കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുക. ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം അതിൻ്റെ ആക്സസും ഇതേപോലെ തന്നെ നമുക്ക് വേറൊരു ഇമെയിൽ ഐ ഡിയിലേക്ക് ആഡ് ചെയ്തിടാം. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ ബ്രാൻഡഡ് അക്കൗണ്ട് ആയിട്ടാണ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് വേറൊരു ഇമെയിൽ ഐ ഡി ആഡ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ അടുത്ത് ഇപ്പോൾ ഈ യൂട്യൂബ് ചാനലിൻ്റെ മെയിൻ ഇമെയിൽ ഐ ഡി നമ്മളെ കയ്യിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ ബ്രാൻഡഡ് അക്കൗണ്ടിലേക്ക് ആക്സസിങ് കൊടുത്തിട്ടുള്ള ആ ഇമെയിൽ ഐ ഡി ത്രൂ നമുക്ക് എന്താ ചെയ്യുക, ചാനൽ ആക്സസ് ചെയ്യാനും പറ്റും. നമുക്ക് നമ്മുടെ ചാനലിൻ്റെ പഴയ ഇമെയിൽ ഐ ഡി റിമൂവ് ചെയ്യാനും പറ്റുന്നതാണ്. ബ്രാൻഡഡ് അക്കൗണ്ട് ആക്കിയിട്ടാണ് നമ്മൾ ചാനൽ വെച്ചേക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് നമ്മൾ യൂട്യൂബ് ചാനലിൻ്റെ ക്രിയേറ്റർ സ്റ്റുഡിയോയിൽ വൈറ്റ് സ്റ്റുഡിയോയിൽ സെറ്റിങ്സിൽ കയറിയിട്ട് സെറ്റിങ്സിൽ പെർമിഷൻസിലാണ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വെറും മാനേജർ എന്നുള്ള ഓപ്ഷൻസ്, അതായത് ചാനൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, ഇങ്ങനെയുള്ള ഓപ്ഷൻസ് മാത്രമായിരിക്കും. അതിൽ പല ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ നമ്മൾ ഏത് ഓപ്ഷൻസ് ആണോ കൊടുത്തിരുന്നത് അതിനെ ഡിപ്പെൻഡിങ് അനുസരിച്ചായിരിക്കും. പക്ഷേ നമ്മൾ വേറൊരു ഇമെയിൽ ഐ ഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ ആഡ് ചെയ്യുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ ഈ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷന് റിക്കവറി ഇമെയിൽ ഐ ഡി, റിക്കവറി ഫോൺ നമ്പർ ഇത് ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൺഫേം ചെയ്യുക നിങ്ങളുടെ യൂട്യൂബ് ചാനൽ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ നഷ്ടപ്പെടുന്നതാണ്. പിന്നെ ആ യൂട്യൂബ് ചാനൽ റിക്കവർ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇനി രണ്ടാമത് ഫേസ്ബുക്ക്. നമുക്ക് നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് എങ്ങനെ സെക്യൂർ ചെയ്യാം എന്നതിന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫേസ്ബുക്ക് അക്കൗണ്ടിലും ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫേസ്ബുക്കിൽ നമ്മുടെ കറക്റ്റ് നെയിം ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ കറക്റ്റ് നെയിം, ഐ ഡി പ്രൂഫിൽ എന്താണോ പേര് ആ കറക്റ്റ് നെയിം ആഡ് ചെയ്ത് കൊടുക്കണം. അതല്ലാതെ നമ്മളെ നിക്കി നെയിം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് ചെയ്യരുത്. അത് എന്തുകൊണ്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് നമ്മളെ കയ്യിൽ നിന്ന് നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഹാക്കായി പോവുക എന്നുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ഫേസ്ബുക്ക് ടീം മാനുവലായിട്ട് ഹെൽപ്പ് ചെയ്യില്ല. അത് AI ടൂൾസ് ബേസ്ഡ് ആയിട്ടാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മളോട് ചോദിക്കുക നമ്മളുടെ ID പ്രൂഫ് ആയിരിക്കും. പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, ആധാർ കാർഡ്, പാൻ കാർഡ് ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും ചോദിക്കുക. അപ്പോൾ നമ്മൾ അഡ്രസ്സിൽ, അതായത് ആധാർ കാർഡിൽ അല്ലെങ്കിൽ നമ്മുടെ ID പ്രൂഫിലൊക്കെ ഡിഫറൻറ്റ് പേരും ഫേസ്ബുക്കിൻ്റെ അക്കൗണ്ട് കൊടുക്കുന്ന ഡിഫറൻറ്റ് പേരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ അക്കൗണ്ട് തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞത് ബുദ്ധിമുട്ടാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ആഡ് ചെയ്തിട്ടുള്ള 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ്റെ ഇമെയിൽ ഐ ഡി, ഫോൺ നമ്പർ, ഈ കാര്യങ്ങളൊക്കെ നമ്മളെ കയ്യിൽ ആക്സസിങ് ഉള്ളതാണ് എന്നുള്ളത് കൺഫേം ചെയ്യുക. അതേപോലെ തന്നെ അതിൽ കൊടുത്തുള്ള ഇമെയിൽ ഐ ഡിയും നമുക്ക് ആക്സസിങ് ഉള്ളതാണെന്ന് കൺഫേം ചെയ്യാം. ഇനി സപ്പോസ് അതിൽ നമ്മൾ പണ്ട് യൂസ് ചെയ്തിരുന്ന ഇമെയിൽ ഐ ഡിയാണ് ഇപ്പോൾ ഉള്ളത് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ യൂട്യൂബ് ചാനലും ഇതേപോലെ തന്നെ റിക്കവറി ഇമെയിൽ ഐ ഡി ആയിട്ട് പണ്ട് എപ്പോഴോ യൂസ് ചെയ്ത ഇമെയിൽ ഐ ഡി, ഫോൺ നമ്പറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചേഞ്ച് ചെയ്യുക. അതല്ലെങ്കിൽ എപ്പോഴെങ്കിലും നമ്മളെ കയ്യിൽ നിന്ന് ഫോണ് അല്ലെങ്കിൽ അക്കൗണ്ട് ഹാക്കായി പോവുക അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ, അല്ലെങ്കിൽ അതിലേക്കായിരിക്കും OTP കോഡ് കാര്യങ്ങളൊക്കെ പോവുക. അപ്പോൾ ആ ഫോൺ നമ്പർ ഇല്ലെങ്കിൽ നമുക്ക് അക്കൗണ്ട് ആക്സസിങ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതേപോലെ തന്നെ ഫേസ്ബുക്ക് അക്കൗണ്ടിൻ്റെ ബാക്കപ്പ് കോഡ് നമ്മൾ എടുത്ത് വെക്കും. ഫേസ്ബുക്ക് അക്കൗണ്ട് നമ്മൾ സെക്യൂർ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ ID പ്രൂഫിൽ എന്താണോ പേര് ആ പേര് തന്നെ ആയിരിക്കണം നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൻ്റെ മെയിൻ പേര്. രണ്ടാമത് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷനിൽ കൊടുത്തുള്ള ഇമെയിൽ ഐ ഡി, ഫോൺ നമ്പർ കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, നമുക്ക് ആക്സസിങ് ഉണ്ടായിരിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതല്ലാത്ത ആക്സസിങ് ഇല്ലാത്ത ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യണം. ഓക്കെ. മൂന്നാമത് ഈ ഫേസ്ബുക്ക് അക്കൗണ്ടിൻ്റെ ബാക്കപ്പ് കോഡ് നമ്മൾ എടുത്ത് വെക്കണം. ഓക്കെ. മൂന്നാമത് നമ്മുടെ ഫേസ്ബുക്ക് പേജ് എങ്ങനെ സെക്യൂർ ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. അതിൽ വരുന്ന പല ഡൗട്ടുകളുണ്ട് പല ആളുകൾക്ക്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് പ്രൊഫൈലാണോ നല്ലത്, അതല്ല ഫേസ്ബുക്ക് പേജാണോ നല്ലത് എന്നതിനെക്കുറിച്ചൊരു ഡൗട്ട്. ഏറ്റവും നല്ലത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് പേജാണ് നല്ലത്. എനിക്ക് മാനേജ് ചെയ്യാനും ഫ്യൂച്ചറിൽ അത് എന്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാലും നമുക്ക് ഏറ്റവും നല്ലത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് പേജാണ്. നേരെ മറിച്ച് നമ്മൾ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ പ്രൊഫഷണൽ ഡാഷ്ബോർഡിലേക്ക് കൺവേർട്ട് ചെയ്തതാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതായത് അതൊരാൾക്ക് മാനേജ് ചെയ്യാൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൻ്റെ യൂസർ ID, പാസ്വേഡ് ഷെയർ ചെയ്യേണ്ടി വരും. നേരെ മറിച്ച് നമ്മളൊരു പേജാണ് ക്രിയേറ്റ് ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ
ആ പേജിൻ്റെ ആക്സസിങ് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ വ്യക്തിയുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിലേക്ക് ആക്സസിങ് ആഡ് ചെയ്താൻ പറ്റും. അത് നമുക്ക് കംപ്ലീറ്റ് ആക്സസിങ് വേണമെങ്കിൽ ഫുൾ കൺട്രോൾ ആണെങ്കിൽ കൊടുക്കാം, അതല്ലെങ്കിൽ പർട്ടിക്കുലർ കണ്ടൻറ്റ് ആഡ് ചെയ്യാൻ അല്ലെങ്കിൽ എഡിറ്ററിങ്ങുള്ള ഓപ്ഷൻസിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇനി അത് മാത്രമല്ല, ഇനി നമ്മൾ ഫേസ്ബുക്ക് പേജിൽ ഒരു വീഡിയോസ് അപ്ലോഡ് ചെയ്തു. അപ്പോൾ ആ ഒരു വീഡിയോ വേറൊരു പ്രൊഫൈലിൽ നിന്നാണ് ആ പേജിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഏതെങ്കിലും പോളിസി വയലേഷൻസ് വന്നു ആ കണ്ടൻറ്റിൽ. അപ്പോൾ അത് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൻ്റെ റീച്ച്, ഫേസ്ബുക്ക് പേജിൻ്റെ റീച്ചൊക്കെ തിരിച്ച് പിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ഈ ഇഷ്യൂ കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്ത പ്രൊഫൈലുണ്ടല്ലോ, ആ പ്രൊഫൈലിൻ്റെ അഡ്മിൻ ആക്സസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില കേസിൽ നമ്മുടെ അക്കൗണ്ട് ഫേസ്ബുക്ക് പേജിൻ്റെ റീച്ചൊക്കെ പഴയ പോലെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. നേരെ മറിച്ച് നമ്മൾ പ്രൊഫൈലിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് വെക്കുക, അപ്പോൾ പോളിസി ഇഷ്യൂസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അക്കൗണ്ടിൻ്റെ റീച്ച് കാര്യങ്ങളൊക്കെ ഡൗൺ ആയി, അതോടെ അത് കഴിയും. പിന്നെ മൂന്നാമത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പേജ് നമുക്ക് നമ്മുടെ പ്രൊഫൈല് ഡിസേബിൾ ആയി പോവുക, ഇനി അതല്ലെങ്കിൽ ഹാക്കായി പോവുക, ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ ആകുമ്പോൾ നമുക്ക് റിക്കവർ ചെയ്യാനൊക്കെ ഓപ്ഷൻസ് ഉണ്ട്, പല ഓപ്ഷൻസ് ഉണ്ട്. അതല്ലെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ ഇപ്പോൾ ഡിസേബിൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലുള്ള ആ പേജ് പബ്ലിക്കിലുണ്ടാവും, ആ പേജിനെ നമുക്ക് വേറൊരു പ്രൊഫൈലിലേക്ക് റീസ്റ്റോർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ നമ്മുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിലാണ് നമ്മൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊഫൈൽ ഡിസേബിൾ ആയി കഴിഞ്ഞാൽ അതോടെ എല്ലാം കഴിഞ്ഞു, പിന്നെ അത് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും നല്ലത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രിയേറ്റേഴ്സ് എന്ന നിലയ്ക്ക് ഏറ്റവും നല്ലത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫേസ്ബുക്ക് പേജാണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ നിങ്ങൾ ബിസിനസ് തുടങ്ങുന്ന വ്യക്തികളാണെങ്കിൽ പോലും പേജാണ് ഏറ്റവും നല്ലതൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാനും ഇവിടും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പേജാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു പേജ് ഒരു എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു പേജിന് ബിസിനസ് പോർട്ട്ഫോളിയോ പറഞ്ഞിട്ടൊരു അക്കൗണ്ട് നമുക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ അക്കൗണ്ടിലേക്ക് നമ്മുടെ പേജിനെ ക്ലെയിം ചെയ്യണം. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അങ്ങനെ ബിസിനസ് പോർട്ട്ഫോളിയോയിലേക്ക് നിങ്ങളുടെ പേജിനെ ക്ലെയിം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പേജിനെ വേറൊരാളുടെ നിലവിൽ അഡ്മിനായിട്ടുള്ള നിൽക്കുന്ന വ്യക്തികളുടെ പെർമിഷൻ ഇല്ലാതെ തന്നെ ആ വ്യക്തികളെ അഡ്മിൻ ആക്സസിൽ നിന്നൊക്കെ റിമൂവ് ചെയ്യാനും ഒക്കെ പറ്റും. അതിൻ്റെ ഫുൾ കൺട്രോൾ നമ്മുടെ കയ്യിലാണ് എന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ മൂന്നാമതായിട്ട് നോക്കാൻ പോകുന്നത് ഇൻസ്റ്റഗ്രാമിൽ ഈ ഫേസ്ബുക്കിൻ്റെ മെയിൻ റൂൾസ് തന്നെ കറക്റ്റായിട്ട് നിങ്ങൾ എന്താണോ നിങ്ങളുടെ ഐ ഡി പ്രൂഫിലുള്ള പേര് ആ രൂപത്തിൽ നിങ്ങൾ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പരമാവധി ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കേസിലൊക്കെ അവർ ഐ ഡി പ്രൂഫ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറയും. അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ നിങ്ങൾ നിക്കി നെയിം അല്ലെങ്കിൽ ഫേസ് ക്ലിയർ അല്ലാത്ത ഫോട്ടോസ് ഇങ്ങനെയൊക്കെ വെച്ചിട്ടാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അക്കൗണ്ട് റിക്കവർ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് ആയിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ സെൽഫി വീഡിയോ മറ്റുള്ള കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് റിക്കവർ ചെയ്യാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇതേപോലെ തന്നെ റിക്കവറി കോഡ് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. മെയിനായിട്ട് പല ആളുകളും ഇൻസ്റ്റഗ്രാമിൽ ആഡ് ചെയ്തിട്ടുള്ള ഇമെയിൽ ഐ ഡി ഫോൺ നമ്പർ ഏതാണെന്ന് അറിയില്ല. അപ്പോൾ അതിൽ കൊടുത്തിട്ടുള്ള ഇമെയിൽ ഐ ഡി അതേപോലെ തന്നെ ഫോൺ നമ്പറൊക്കെ നമുക്ക് നിലവിൽ ഇപ്പോഴും ആക്സസിങ് ഉണ്ട് എന്നുള്ളത് കൺഫേം ആക്കുക. അതല്ലാത്ത നമ്പറാണ് അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി ഒക്കെ ആണെങ്കിൽ അത് കംപ്ലീറ്റ് ചേഞ്ച് ചെയ്യുക. ഓക്കെ, ഇത് അതേപോലെ തന്നെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വേണമെങ്കിൽ നമുക്കൊരു മെറ്റ അക്കൗണ്ട് അല്ലെങ്കിൽ ഫേസ്ബുക്ക് അക്കൗണ്ടായിട്ടൊക്കെ ലിങ്ക് ചെയ്ത് വെക്കാം. ഇത് ഇങ്ങനെ ലിങ്ക് ചെയ്ത് വെക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ട് ഹാക്കായി പോയി കഴിയുമ്പോൾ അതിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും, എന്ത് മാറ്റം വന്നു എന്നുള്ള കാര്യം. പക്ഷേ ഇതിൽ വേറൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്ക് അക്കൗണ്ട് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടൊക്കെ ലിങ്ക് ചെയ്യുമ്പോൾ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ പോളിസി ഇഷ്യൂസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതോടെ നമ്മുടെ അക്കൗണ്ട് ഡിസേബിൾ ആവാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ടോ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക. ഇനി ഫേസ്ബുക്ക് റിലേറ്റഡ് അതല്ലെങ്കിൽ വെബ്സൈറ്റ് യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പെയ്ഡായിട്ട് സർവീസ് ആവശ്യമുണ്ടെങ്കിൽ ആ നമ്പറിൽ എനിക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.